ഞങ്ങളെ ഈ ബിഗ് ബി എന്നുള്ള ഒരു പേര് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്കൊരു ഒരു രോമാഞ്ചം ഇങ്ങനെ വരുന്ന രീതിയിലുള്ളൊരു ഇതാണ്. അതായത് എല്ലാ വലിയ കൊമ്പന്മാരുടെ ഇടയിലേക്കും ഞങ്ങളിങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോൾ ഞങ്ങളെ ഈ ഒരു ഇതിങ്ങനെ ചെല്ലുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു സന്തോഷം, അത് ഞങ്ങൾ ഈ ഒരു എന്താ വെച്ചാൽ 4-5 മാസത്തെ ഒരു കഠിനാധ്വാനത്തിൻ്റെ ഒരു ഫലമാണ്. അതായത് ഞങ്ങൾ ഈ 10-25 ആൾക്കാർ ഈ 2-3 മാസത്തോളം ഉറക്കം ഊണ് ഒന്നുമില്ലാതെ ഞങ്ങൾ ഈ അധ്വാനിച്ചതിൻ്റെ ഒരു ഫലമാണ് ഇപ്പോൾ ഇന്ന് ആൾക്കാർക്ക് ഞങ്ങളിങ്ങനെ ഇത്തരത്തിലുള്ളൊരു പൊയ്ക്കാളെ ഞങ്ങളിങ്ങനെ കൊണ്ടുനടക്കാനുള്ളൊരു രൂപത്തിലാക്കി കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഓരോ ഉത്സവപ്പറമ്പിൽ ചെല്ലുമ്പോഴും ഞങ്ങൾക്ക് മറ്റുള്ള കൊമ്പന്മാരുടെ ഇടയിലേക്ക് ഞങ്ങളിങ്ങനെ ചെന്നിറങ്ങുമ്പോൾ ജനങ്ങൾ ഞങ്ങൾക്കിടയിലുള്ള ഒരു ബിഗ് ബി എന്നുള്ളൊരു പേര് പറയുമ്പോൾ തന്നെ ഞങ്ങൾ ഈ 3-4 മാസത്തോളം അധ്വാനിച്ചതിൻ്റെ ഫലം ഞങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ ഒരു സന്തോഷം അത് ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിനും കൂടുതലുള്ളതാണ്. ഞങ്ങളൊരു ഈ വലിയ കളമ ഞങ്ങളൊരു 15 ആൾ എങ്ങനെയും മിനിമം വേണം. അതായത് ഒരു കേടുപാട് കൂടാതെ ഈ ഒരു പരിപാടി എടുത്ത് അടുത്ത പരിപാടിക്ക് പോകണമെങ്കിൽ ഒരു 15 ആൾക്കാർ എന്തായാലും വേണം. അടുത്ത വർഷം എന്തായാലും പ്രതീക്ഷിക്കാം. എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഇത് എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞങ്ങൾ ഒരു ഓണറുടെ ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ അവർക്ക് അതെന്തായാലും ഈ പേരെന്തായാലും ഇനി അത് നിലനിന്ന് പോകും. ഇതിപ്പോൾ മംഗലാകുന്ന് കർണൻ, മംഗലാകുന്ന് അയ്യപ്പൻ, അല്ലെങ്കിൽ ചെറുപ്പശ്ശേരി പാർത്ത് ഇങ്ങനെ പറയുന്ന രീതിയിലുള്ള ഒരു പേരാണ് ബിഗ് ബി എന്നുള്ളത്. അതുകൊണ്ട് ഈ പേരെന്നും നിലനിൽക്കും. സാധാരണ ഒരാൾ ഒരു പൊയ്ക്കള നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരാളുടെ ഒരു പേരോ അല്ലെങ്കിൽ ആ സ്ഥലത്തിന്റെ പേരോ സാധാരണ ഇടാറ്. അതായത് ഒരു 6-7 ജിമ്മന്മാർ കൂടിയിട്ടിട്ട പേരാണ് ഈ ബിഗ് ബി എന്നുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും പവർ.